ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കണ്ടിട്ട് ബൈക്കിൽ പോകുന്ന യുവാക്കൾ ആസിഡൊഴിക്കുന്നതാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ വർഷത്തെ ഞങ്ങളുടെ ദ്വാരകയിലെ ഹോളി ആഘോഷം ഇങ്ങനെയായിരുന്നേ. ഇത് ഹോളിയുടെ ആരംഭമല്ല കേട്ടോ, കലാശക്കൊട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, അതാണ് ആരംഭം. ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ടെന്ന് രാജീവേട്ടൻ വന്നു വിട്ടത് കളേഴ്സുമായിട്ട് വന്നിരിക്കുന്ന വിഷ്ണുവിൻ്റെയും ചിക്കിയുടെ മുമ്പിലായിരുന്നു കേട്ടോ. അതാണ് ഈ നിങ്ങൾ കാണുന്നതൊക്കെ. ചിക്കിയും വിഷ്ണു ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയേ. രാജീവേട്ടൻ വീട്ടിലേക്ക് വന്നപ്പോൾ 10:30 മണിയായിട്ട് ശിവാനി എണീറ്റില്ല. അതുകൊണ്ട് ഏട്ടൻ ചോദിക്കുമായിരുന്നേ, കളേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച ആളാണോ ഹോളിയുടെ അന്ന് ഈ 10:30 മണി വരെ കിടന്ന് ഉറങ്ങുന്നതെന്ന്. അധികം സമയമൊന്നും ആയില്ല, ചിക്കിയും വിഷ്ണു പെട്ടെന്ന് തന്നെ തിരികെ വന്നേ. ഇത് വിഷ്ണു എടുത്ത വീഡിയോ ആണ് കേട്ടോ, ഞാൻ കുറച്ച് ഭാഗം കട്ടെടുത്താണ്. അവിടെ ഷൂവിനകത്ത് രാജേട്ടന്റെ ഷൂ വീട് മൊത്തം പുറത്തിറങ്ങടി. കുട്ടികളുടെ വൈബിനനുസരിച്ചുള്ള 2 പേര്, അത് ചിക്കിയും വിഷ്ണുവാണ്. അവരില്ലാതെ ഒരാഘോഷം ഇവിടെ കളർഫുൾ ആവൂല കേട്ടോ. കാർത്തി ശിവാനിയും ചിക്കി ആൻറ്റി വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വാട്ടർ ബലൂണിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിക്കി വന്നതും ആ വാട്ടർ ബലൂണിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ചിക്കി ആൻറ്റി ഈ പാർക്കിൽ പോയിട്ട് കളിക്കാനുള്ള ബലൂണാണേ, തീർക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ശിവാനി നിലവിളിക്കുന്നത് കേട്ടോ. നമസ്തേ മാജി, ഹാപ്പി ഹോളി. പിന്നെ ഞങ്ങൾ ബാക്കി കളേഴ്സൊക്കെ വാങ്ങാൻ വേണ്ടി ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. ഇത് ഞങ്ങളുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ താമസിക്കുന്നവരെന്നെ വെള്ളം കോരി ഇങ്ങനെ ഒഴിക്കുന്നുണ്ടോ. വാട്ടർ ബലൂൺസും മുകളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. രാജീവേട്ട അത് ക്യാച്ച് എടുത്ത് പൊട്ടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ചിക്കി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ അവർ ഈ കളിക്കുന്നതൊക്കെ. ഇന്നേ ദിവസം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹോളിയാണോ വെള്ളം തീർന്നിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. ഇവിടെ വേറൊരു മലയാളി ഫാമിലി ഇവിടെ ഞങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അവരെ ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരാരെയും വെറുതെ വിട്ടിട്ടില്ല. ചിക്കി ഗമയിൽ അവിടേക്കൊന്ന് പോയതാണ്. അവിടുത്തെ പിള്ളേർ അലക്കി വിട്ടിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുതിയ മലയാളി ഫാമിലി, അരുൺ, അഞ്ജന, പിന്നെ ഈമക്കുട്ടി. ബാക്കിയുള്ള ആഘോഷങ്ങളിൽ ഇവരും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ഞങ്ങളുടെ പാർക്കിലേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒരു ഹോളിക ദഹൻ, അതിൻ്റെ ബാക്കിയായ ചാരം എങ്ങനെ ഹോളിയിൽ പിള്ളേർ ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലായോ? ഇവിടുത്തെ പിള്ളേരാണ് കേട്ടോ ഇത്. ചാരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരെങ്ങ് കളിക്കുകയാണ്. ഇതിവിടുത്തെ ക്ഷേത്രമാണ്. ഇതിനകത്തൊരു നല്ല ഭംഗിയുള്ളൊരു ശിവപ്രതിമയുണ്ട്. പുറത്തായിട്ട് തൈ കൃഷ്ണ ഭഗവാനും ഉണ്ട് കേട്ടോ. ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അങ്ങനെ കൂടുതൽ കയറിയിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ദിവസം അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടുത്തതിന് പാർക്കിൽ പോയതിന് ശേഷമുള്ള ആഘോഷമാണ്. അവിടെ അങ്ങ് അടിച്ച് പൊളിച്ചു കേട്ടോ. പാർക്കിൽ ചിക്കിയുടെ കുറച്ച് പരിചയക്കാരും കൂടെ കൊണ്ടുവരുന്നു. ഹിന്ദിക്കാരാണ് കേട്ടോ. അവരുമായിട്ട് ചേർന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഹോളിയുടെ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ചില ആൾക്കാർ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ പോയപ്പോൾ ആ മുട്ട അടിച്ച അങ്കിളിന് ഒരേ നിർബന്ധം, കളിക്കുന്ന ഡാൻസ് കണ്ടിട്ട് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഇന്ന് കാണുന്നതാണ് കേട്ടോ. അത് ഇതുക്കും മേലുള്ള ഒരാഘോഷം കാർത്തിയുടെ സ്കൂളിൽ നടന്നായിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത് കേട്ടോ. യൂണിഫോമിൽ അത്രയും കളറാക്കിയിട്ട് ഒന്ന് മുഖത്ത് കണ്ടോ, അതും ഒരു കരിനീല കളറിലിങ് വന്നിട്ടുണ്ട്. ഈ കളറൊക്കെ ഇനി എപ്പോൾ ഇളവൊന്നൊരു പിടിയില്ല കേട്ടോ. ഞാനൊരു പിങ്ക് ബോട്ടിൽ കൊടുത്തേച്ചിരുന്നു. ആ ബോട്ടിലിൻ്റെ കളർ നോക്കിയാണ് മൊത്തം നീലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഹോളിയാണ്, ആഘോഷമാണ്, ആഘോഷിക്കണം. ഹോളിയുടെ തലേ ദിവസം മാർക്കറ്റിൽ തുണിക്കച്ചവടക്കാരില്ല കേട്ടോ. വെള്ളമോ കളറോ എന്തെങ്കിലും ആയാലൊന്ന് പേടിച്ചിട്ടായിരിക്കും. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആഘോഷം കണ്ടല്ലോ. എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ ഓൾ.